നിർഗുണഭക്തി, ഗുണഭക്തി, അങ്ങനെ രണ്ട് ഭക്തിയുണ്ട് ഭാരതത്തിൽ. വിഗ്രഹാരാധന ഗുണഭക്തിയാണ്. 4 തരം പ്രാർത്ഥനകളുണ്ട്, അറിയാമോ? അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. അഗ്നിർദേവോ ദ്വിജാതീനാം, ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം. അവര് ഹോമം കഴിക്കും, ഹവിസ് വാരി ഹോമം കുണ്ടത്തിലിടും. അവർക്ക് തീയിലാണ് ദൈവം. മുനീനാം ഹൃദി ദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. അവരൊന്നും തന്നെ ഒരു അമ്പലത്തിൽ പോവില്ല, അറിയാവോ? അവരൊന്നും അമ്പലത്തിൽ പോവില്ല. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. പ്രതിമാം അപ്രബോധീനാം, അപ്രബോധികൾക്ക് എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതന്മാരല്ലാത്ത, പ്രബോധനമില്ലാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലാബറട്ടറി ഇല്ലാഞ്ഞാലും ടെസ്റ്റ് ട്യൂബ് എന്താണെന്ന് കാണിച്ചു തരാറില്ലേ? കെമിസ്ട്രീന്റെ ടീച്ചർ വിരൽ കാണിച്ചിട്ട് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക എന്ന് പറയാറില്ലേ? അതുപോലെ സാധാരണ മനുഷ്യർക്ക് പ്രതിമയിലാണ് ദൈവം, നമ്മളെ പോലുള്ള ആൾക്ക് പ്രതിമയിലാണ് ദൈവം. എന്നാൽ സമദർശികൾക്കോ സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അതാണ് ഈശാവാസ്യം ഉപനിഷത്ത്. ആ സമദർശിയിൽപ്പെട്ട ആളാണ് ടാഗോറും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരു സമദർശിയാണ്. അതുകൊണ്ട് ടാഗോർ ഒരു അമ്പലത്തിലും പോയിട്ടില്ല, ശ്രീനാരായണ ഗുരു അമ്പലത്തിൽ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അമ്പലം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടില്ല, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ ഗാന്ധിയും ഒരു അമ്പലത്തിൽ പോയിട്ടില്ല. അവർക്ക് സമദർശിയാണ്, എല്ലാറ്റിലും ദൈവമാണ്. ഒന്നൊന്നായി തൊട്ടെണ്ണിയാൽ കാണുന്നത് എല്ലാറ്റിലും ദൈവമാണ്. അത് ഈശാവാസ്യ ഉപനിഷത്താണ്. ഈശാവാസ്യം ഇതം സർവം, എല്ലാറ്റിലും ദൈവമുണ്ട്. അത് തന്നെയാണ് മലയാള സിനിമാ പാട്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിരിക്കുന്നു എന്നുള്ള പാട്ട് ഈശാവാസ്യോപനിഷത്താണ്. എല്ലായിടത്തും ദൈവമാണ്. പണ്ട് പാക്കനാർ, പറയിവറ്റ പന്തിരുകുലത്തിലെ പാക്കനാര് മഹാബുദ്ധിശാലിയാണ്, പക്ഷെ താണജാതിയാണ്. ഈ പാക്കനാര് നാട്ടിലുള്ള ഇല്ലത്തെ നമ്പൂതിരിയുമായിട്ട് എപ്പോഴും വേദാന്ത ചർച്ചകൾ നടത്തും. ആ ചർച്ചകൾ നടത്തുന്ന ഒരു ദിവസം ഇല്ലത്തൊരു സദ്യക്ക് ഭക്ഷണം ബാക്കി വന്നപ്പോ 40 അടി ദൂരെ വിളമ്പിക്കൊടുത്തു പാളയില്. പാക്കനാരും മിഷ്ടാന്നം കഴിച്ചു. സദ്യ കഴിച്ചാലുണ്ടല്ലോ ഒരു ഉറക്കുവരുത്ത്. പാക്കനാർക്കൊന്ന് ഉറങ്ങാൻ വീടില്ല. മരത്തിന്റെ ചുവട്ട് കിടന്നുറങ്ങിയാൽ ഇഷ്ടം പോലെ പുലികളും കടുവകളുള്ള കാലത്ത് പിടിച്ചു തിന്നുകളയും. എവിടെയാ ഒന്ന് കയറി കിടക്കുക. പാക്കനാറ് നോക്കുമ്പോ ഉച്ചപൂജ കഴിഞ്ഞിട്ട് പൂജാരി ശ്രീകോവിൽ അടച്ചു പോയിരിക്കുന്നു. അതിന് കുറ്റിയൊന്നും ഇട്ടില്ല. അന്ന് സ്വർണവും വെള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കോണ്ടാമൽ ഇട്ടിട്ട് പോയതാ. ഇനി സന്ധ്യാപൂജക്കെ വരൂ, അതുവരെ അതിനകത്ത് കയറി കിടക്കാന്ന് വിചാരിച്ചു പാക്കനാര് കയറി അതിനകത്ത് കിടക്കുമ്പോൾ നമുക്കെല്ലാം ഉറക്കത്തൊരു ശീലം ഉണ്ടാവും. ചില ആള് കാലെടുത്തിട്ട് വേറെ ആളെ വരടിക്ക് വെക്കൂ, ചില ആള് കൈയെടുത്തിട്ട് കാലിൻ്റെ ഇടയിൽ കൊണ്ടേക്കൂ. അങ്ങനെ പല മോഡൽ ഉറക്കുണ്ട്. പാക്കനാരുടെ ഉറക്കം തകർച്ച കാലെഴുതി ഉയരത്തിലെടുത്തു വെക്കും, കാല് പൊന്തിച്ചെഴുതി ഉറക്കും. അറിയാതെ ചെയ്യുന്ന പാക്കനാര് ഉറക്കത്ത് കാലെടുത്തിട്ട് വിഗ്രഹത്തിന്റെ തലയിലട വെച്ച് സന്ധ്യാപൂജക്ക് പൂജാരി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇയാൾ ഉറക്കം എന്നെ വിഗ്രഹവും ചവിട്ടിയിട്ട് താണജാതിക്കാരെ കിടക്കുന്നു. പൂജാരി നാട്ടുകാരോട് പറഞ്ഞു, ഭയങ്കര സംഭവമുണ്ട്, ദൈവത്തിന്റെ തലയിൽ കാലും വെച്ചിട്ടുണ്ട്, പാക്കനാര് കിടക്കുന്നു. നാട്ടുകാര് വടിയും കുന്തവും എടുത്തിട്ട് ഇവനെ അടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നാടളകി വന്നു. പക്ഷെ അകത്ത് കയറിയപ്പോ പാക്കനാരാന്ന് മനസ്സിലായപ്പോ ആരും അങ്ങ് അടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇതാരാള്? മേഴത്തോൾ അഗ്നിഹോത്രി എന്ന മഹാമാന്ത്രികന്റെ സഹോദരൻ, ഉളിയന്നൂർ പെരുന്തച്ഛന്റെ വായില കുന്നിലപ്പന്റെ തിരുവരങ്കത്ത് മഹാവിഷ്ണുവിനെ പാട്ടുപാടി ഉണർത്തിയ തിരുവരങ്കത്ത് വാണനാരുടെ നാരായണത്ത് ഭ്രാന്തന്റെ സഹോദരനാണ്. ആർക്കും ധൈര്യമില്ല. അപ്പൊ ഇയാളോട് ആര് പറയും? അപ്പൊ പറഞ്ഞു, ആ നമ്പൂരിനെ വിളിക്ക്. ഇയാളുമായിട്ട് ചർച്ച നടത്തുന്ന ആളല്ലേ. നമ്പൂരിനെ വിളിച്ചു. നമ്പൂരി പാക്കനാരെ വിളിച്ചു. പാക്കനാരേ എന്താ കഥ? ദൈവത്തിന്റെ തലയിലാ കാല് വെക്കുക. അപ്പൊ ഉടൻ തന്നെ പാക്കനാര് ചോദിച്ചു, തിരുമേനി കഴിഞ്ഞ ആഴ്ചയല്ലേ എന്നെ ഈശാവാസ്യ ഉപനിഷത്ത് പഠിപ്പിച്ച് എല്ലായിടത്തും ദൈവമുണ്ടെന്ന്? അതെ, ഞാൻ ഇപ്പൊ തന്നെ കാല് മാറ്റാം, ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു തന്നു. ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചാ ഞാൻ ഇപ്പൊ എന്റെ കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. ആ നമ്പൂരി പാക്കനാരെ തൊഴുതുന്ന കഥ. അതാ കഥ. എല്ലായിടത്തും ദൈവത്തെ വ്യാഖ്യാനിക്കുകയാണ്. ആ പ്രപഞ്ച വിധാതാവ്. ആ വിധാതാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ ക്ഷേത്രത്തിലോ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ ഉള്ളിലും ദൈവമുണ്ടെന്ന് അവസാനം പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. നിന്റെ ഉള്ളിലും ദൈവമുണ്ട്. ആരാണ് ദൈവം? എവിടെയാ ദൈവം? നമ്മുടെ ഈ അമ്പലങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. ആ ഉപനിഷത്തുകളാണ് നമ്മുടെ ദർശനങ്ങൾ. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
ഉപവിഷ്ടരായിട്ട് അടുത്തിരുന്നിട്ട് നിശേഷമായ സത്യത്തെ അന്വേഷിക്കലാണ് ഉപനിഷത്ത്. ഉപവിഷ്ടരായിട്ട് അടുത്തിരിക്കുക, ചർച്ച ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഉപനിഷത്ത് ഉണ്ടാക്കണം, എന്നാലേ കുടുംബങ്ങൾ നന്നാവൂ.